വളരെ പ്രധാനപ്പെട്ട ആസനമാണ്. ധ്യാനാസനങ്ങളിൽ ഒരു ആസനം കൂടെയാണ് സ്വസ്തികാസനം. 84 ലക്ഷം ആസനങ്ങളിൽ 84 പ്രധാനം. 84 ആസനങ്ങളിൽ 32 മനുഷ്യ രാശിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ആസനങ്ങളാണ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഈ 32 ആസനങ്ങളെ കുറിച്ച് ഓരോ ആസനങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ബേസിലെ ഒരു വീഡിയോ ആണിത്. അതിലെ ആദ്യത്തെ ആസനം, ആ 32 ആസനങ്ങളിൽ പ്രധാനപ്പെട്ട ആസനങ്ങളിൽ ആദ്യത്തെ ആസനം സ്വസ്തികാസനം. സ്വസ്തികം എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. സ്വസ്തി എന്ന പേരിന് അർത്ഥം തന്നെ സമത്വം അല്ലെങ്കിൽ മംഗളം. ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ ഈ ഒരു ഭൂമി പോകുന്നത് തന്നെ ഒരു ബാലൻസിലാണ്, അല്ലേ? നമ്മളുടെ ശരീരം പോകുന്നതും അതേ ബാലൻസിലാണ്. ഇപ്പോൾ വിജയമുണ്ടെങ്കിൽ പരാജയമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. വലത്തെ മൂക്ക് വഴി ശ്വാസം എടുക്കാൻ പറ്റുമെങ്കിൽ ഇടത്തെ മൂക്ക് വഴി ശ്വാസം എടുക്കാൻ പറ്റും. ഇടത്തെ മൂക്ക് വഴി ശ്വാസം എടുക്കാൻ പറ്റുമെങ്കിൽ വലത്തെ മൂക്ക് വഴി ശ്വാസം എടുക്കാൻ പറ്റും. ഇങ്ങനെ പറയുന്ന മണ്ടത്തരമല്ല, മണ്ടത്തരം പറയുന്നതല്ല. ഈ ഒരു ബാലൻസിലാണ് നമ്മളുടെ ഈ ഒരു പ്രകൃതി പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു ബാലൻസിലാണ്. ധർമ്മം ഉണ്ടെങ്കിൽ അധർമ്മമുണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട്. ഇതിൻ്റെ എല്ലാം ബാലൻസിൽ, ഇതിൻ്റെ എല്ലാം നടുക്കത്തൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്, ഒരു സമമായിട്ടുള്ള അവസ്ഥ. ആ സമമായിട്ടുള്ള ആ അവസ്ഥയെ പറയുന്ന ഒരു പേരാണ് സ്വസ്തികം, സമാധാനം, മംഗളം എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ സുഖവുമില്ല ദുഃഖവുമില്ല, സമമായിട്ടുള്ള ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലെ ബേസ് ചെയ്താണ് സ്വസ്തികാസനം വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും പലർക്കും, എന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ആസനമാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വാ. ജാനുർ ഓരന്തരേ സമ്യക് കൃത്വാ പാദ തലേ ഉവേ ഋജുകായ സമാസേന സ്വസ്തികം തത് പ്രജക്ഷതേ. മുഴങ്കാലുകളുടെയും തുടകളുടെയും മധ്യേ കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് നിവർന്നിരിക്കുന്ന ആസനം സ്വസ്തികാസനം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളുടെ വലത് കാല് ഇപ്പൊ എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് ചെയ്യുന്നത്. വലത് കാല് നമ്മളുടെ കാലിന്റെ മുഴങ്കാലിന്റെയും തുടയുടെയും ഭാഗത്തായിട്ട് ചേർത്ത് വെക്കുകയാണ്. ഇനി ഇടത്തെ കാല് മടക്കുക. ഇടത്തെ കാല് മടക്കി ഇതിനകത്തേക്ക് നമ്മളുടെ കാലിന്റെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ചേർത്ത് വെക്കുക. ഇതാണ് സ്വസ്തികാസനം. സമമായിട്ടുള്ള ആ ഒരു ഇരിപ്പ്, ഇതിനെയാണ് സ്വസ്തികാസനം എന്ന് പറയുന്നത്. 32 ആസനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാസനം സ്വസ്തികാസനം. ചിലര് സ്വസ്തികാസനം എന്ന് പറഞ്ഞ് ഇങ്ങനെയും ഇരിക്കുന്നുണ്ട്. ഇതിനെ സ്വസ്തികാസനം എന്ന് ചിലർ പറയുന്നുണ്ട്. ഇതിനെ സുഖാസനം എന്നും പറയുന്നുണ്ട്. ഓക്കെ, സ്വസ്തികാസനം നേരത്തെ കാണിച്ച പോലെ ഈ ഒരു ഇരിപ്പാണ്. ഇതാണ് സ്വസ്തികാസനം. വളരെ പ്രധാനപ്പെട്ട ആസനമാണ്. ധ്യാനാസനങ്ങളിൽ ഒരു ആസനം കൂടെയാണ് സ്വസ്തികാസനം. നടുവ് സ്ട്രെയിറ്റ് ആവുകയും നമ്മളുടെ ചിന്തകളെ, ഈ ഒരു സ്വസ്തികാസനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ബാലൻസിങ് ആണ്. നമ്മളുടെ ഈ ഒരു ആസനത്തിലൂടെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതിനൊരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജപത്തിനോ അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടിയിട്ടോ ഈ ഒരു ആസനം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ബാലൻസ് ആവും. എന്നുവെച്ചാൽ ഒരു ബാലൻസ് കിട്ടും. നമ്മളുടെ എന്തെങ്കിലും ഒരു സാധനം മേളിലോട്ടോ താഴോട്ടോ പോകുമ്പോഴാണ് നമ്മൾക്ക് എപ്പോഴും ഒന്നല്ലെങ്കിൽ സന്തോഷം, ഒന്നല്ലെങ്കിൽ ദുഃഖം. സന്തോഷം വന്നാൽ ദുഃഖം വരും. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ആയിട്ട് നമ്മളൊരു ന്യൂട്രൽ പോയിന്റിലാണെങ്കിൽ നമുക്ക് സന്തോഷവും ഇല്ല ദുഃഖവും ഇല്ലാത്തൊരവസ്ഥ വരും. അതാണ് ആ ഒരു ബാലൻസ്. നമുക്ക് സുഖ ദുഃഖങ്ങളില്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആസനം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നാളെ അടുത്തൊരു ആസനമായിട്ട് വരാം.